ഹലോ, നമുക്കിന്നൊരു വീക്ക്ലി സ്കിൻ റൊട്ടീൻ കാണാം. എൻ്റെ ഭാഷ പറഞ്ഞ സമാധാന തെറപ്പി. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഫേസ് ക്ലീൻ ചെയ്യാം. ഞാൻ ഇവിടെ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുമ്പ് യൂസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ അലോവേറ ജെല്ല് വെച്ച് മുഖത്തെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷേവ് ചെയ്യാം. അപ്പം ഈ ഫേഷ്യൽ റേസർ കൊണ്ട് ഇത് നല്ല റേസർ കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഏതാണ്, പക്ഷെ നല്ലതാണ്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ലതാണ് ഒത്തിരി. അപ്പം നമ്മൾ എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്റ്റൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ച് ക്ലീനായിട്ട് ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യാം അതിൻ്റെ അകത്തോട്ട്. പിന്നെ ഒരു ഗ്ലോ ഉണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യാം. അങ്ങനെ കുറച്ച് നേരത്തെ സമയമൊക്കെ എടുത്ത് എനിക്ക് ഐബ്രോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, വൈഷ്ണവി. അവളായിരുന്നു എനിക്ക് ഐബ്രോ ചെയ്ത് തരുന്നത്. അവൾ ഭയങ്കര പെർഫെക്റ്റ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അവളെനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിറർ പോലും നോക്കത്തില്ല. കാരണം എനിക്ക് അത്ര ഉറപ്പാണ് അവൾ അടിപൊളിയായിട്ടായിരിക്കും ചെയ്തത്. അവളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. ഐബ്രോ എൻ്റെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് നാൽപ്പാമരാതി കേര തൈലം ഇട്ട് കൊടുക്കാം. ഇതൊരു ആയുർവേദ തൈലമാണിത്. കുറച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലൊരു സാധനമാണ്. പിന്നെ ഒരു സാറ്റിസ്ഫൈങ് ആണ്. ഈ സാധനമൊക്കെ ഇട്ട് നമുക്ക് മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ്. അപ്പം ഇത് കോട്ടയ്ക്കലിൻ്റെ ഏത് സ്റ്റോറിൽ ഇത് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഒരു ഇച്ചിരി മാത്രം കയ്യിലെടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ നോക്കി ചെയ്യുമോ, നല്ലതാണ്. ഒരു വീക്ക്ലി ഒരു 3 to 4 ടൈംസ് അല്ലെങ്കിൽ 2 to 3 ടൈംസ് ഇത് യൂസ് ചെയ്താൽ മതി. അങ്ങനെ അതൊക്കെ ഇട്ട് ഒരു 20 മിനിറ്റ്സ് വെക്കണം. എന്നിട്ട് ഞാനിത് വൈപ്പ് ചെയ്ത് കളഞ്ഞു. ഇത് ഞാൻ കഴുകി കളഞ്ഞില്ല, കാരണം ഇത് കഴിഞ്ഞ് ഒരു സ്ക്രബ്ബാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി എണ്ണ വേണം. സോ ഞാനത് കഴുകി കളഞ്ഞില്ല. ഈ സ്ക്രബ്ബ് വീട്ടിലുണ്ടാക്കിയ സ്ക്രബ്ബാണ്. ഈ സ്ക്രബ്ബ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോഫി പൗഡർ, കുറച്ച് മുൾട്ടാനി മിൽട്ടി എന്നല്ലേ, കറക്റ്റ്, ആ സാധനം, പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര്, ഇത്ര സാധനം വെച്ചാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി കോഫി പൗഡർ ഇട്ട് എന്ത് സ്ക്രബ് എനിക്ക് ചെയ്താലും അതെനിക്ക് എഫക്റ്റീവാണ്. അങ്ങനെ ഒരു 2 മിനിറ്റ് എങ്ങാണ്ട് ഞാനത് ചെയ്തെന്ന് തോന്നുന്നു. ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മുഖമൊക്കെ തേച്ച് തൊലി വരുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ മയത്തിലാണ് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തന്നെ സ്കിന്നാണല്ലോ, അതുകൊണ്ട്. കണ്ടോ, ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ഡിഫറൻസ് കണ്ടോ? ചെറിയൊരു ഡിഫറൻസ് വരില്ല കേട്ടൊന്നുമില്ല. പിന്നെ നമുക്കിത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒറ്റയടിക്ക് കളയാതെ മസാജ് ചെയ്ത് തന്നെ ഇത് തുടച്ച് കളയാം. അപ്പോൾ എന്ത് സാധനം ഇട്ടാലും കഴുത്തിലും കൂടെ ഇടാൻ ശ്രദ്ധിക്കുക. മുഖത്ത് മാത്രം സ്കിൻ കെയർ ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു സ്റ്റീമിന് പോയിരിക്കാം. ഈ സ്റ്റീം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുള്ള പോഴ്സൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് വർക്കാവും. അപ്പോൾ ഞാനിവിടെ ഫോക്സ്റ്റെയിലിൻ്റെ ഒരു ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചത് വെച്ച് വലിയ കുഴപ്പമില്ലാത്തൊരു ഫേസ് മാസ്കാണ്. അതെനിക്കിഷ്ടം. അതിനൊരു മണം, അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ മണം എനിക്ക് സത്യം പറഞ്ഞാൽ തിന്നാൻ തോന്നുന്നു തുറക്കുമ്പോൾ. പക്ഷെ അത് പറ്റില്ലാത്തതുകൊണ്ട് മുഖത്തിടുന്നു. അങ്ങനെ അപ്ലൈ ഒക്കെ ചെയ്തിട്ട് ഞാൻ ചെറിയൊരു ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരിയല്ല, എൻ്റെ കൈ ഇച്ചിരി തണുത്ത വെള്ളത്തിട്ടിട്ട് ഞാൻ ചെറിയ രീതിയിലൊരു ഫേസ് മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് ഞാൻ വെച്ചിതു. അത് കഴിഞ്ഞ് നമുക്കിത് കളയാം. അതും ഞാൻ പറഞ്ഞ പോലെ മസാജ് ചെയ്ത് ഇച്ചിരി വെള്ളം തൊട്ടാണ് ഞാനിവിടെ കളയുന്നത്. അങ്ങനെ പതുക്കെയാണ് ഇതിന് കളയുന്നത്. എന്നിട്ട് ഈ പുക എവിടെ നിന്ന് വരുന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഈ ഫോഗ് ഫ്രിഡ്ജിനകത്ത് നിന്നാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഐസ് എടുക്കാൻ വയ്യാത്തതിന് ഞാൻ കാണിച്ചത്. അപ്പോൾ ബൈ ഗൈസ്, ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ.